അതും ഈ കൂടെ വരും. ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി. എന്നാൽ ഇത് 1995 ഒരു ആക്ട് ഉണ്ടാകുന്നത് വരെയൊന്നും ഇത്ര വലിയ അപകടം പിടിച്ച കാര്യമായിരുന്നില്ല. 1913 ആകുമ്പോഴേക്കും നമ്മുടെ രണ്ടാം UPA സർക്കാർ, മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലെ ഗവൺമെൻറ് ഇലക്ഷനെ നേരിടുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ നിയമം കൂടെ കൂടി ഒന്ന് ഭംഗിയാക്കി. അപ്പോൾ ആ നിയമം ഭംഗിയാക്കിയപ്പോൾ സകല രാഷ്ട്രീയ പാർട്ടികളും ഈ മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് അതിനൊപ്പം നിന്നു. എന്നെ അമ്പരപ്പിക്കുന്ന വിഷയം, അന്ന് BJP പോലും ഈ നിയമത്തെ എതിർത്തില്ല, അല്ലെങ്കിൽ ഇതിലെ അപകടമോ ചതിക്കുഴിയോ കണ്ടില്ല എന്നുള്ളതാണ് സംഭവിച്ച ഒരു കാര്യം എന്നുള്ളത്. ഈ നിയമം അനുസരിച്ച് ഈ വഖഫ് എന്ന പേരിൽ ഒരു ലാൻഡ്, ഈ ബോർഡ് പറയുകയാണ് ഇത് വഖഫിൻ്റേതാണ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ അടുത്തൊരു മസ്ജിദ് ഉണ്ട്. ആ മസ്ജിദിൻ്റെ അടുത്തൊരു 8-10 ഏക്കർ സ്ഥലം നിങ്ങളുടെ പൂർവികരുടെ ആടെങ്കിലും. അപ്പോൾ അവരൊന്നും സ്ഥലത്തില്ല, അതിങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾ ഇതിൻ്റെ കറക്റ്റ് കരമടയ്ക്കുന്നുണ്ട്, സർക്കാരിന് നികുതി പണം കറക്റ്റ് കിട്ടുന്നു, നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പള്ളിയുടെ ആവശ്യത്തിന് ഇവരുടെ സമ്മേളനം നടക്കുകയോ സമ്മേളനം വരുമ്പോൾ ഈ സ്ഥലം കൂടെ വെട്ടിത്തെളിച്ച് അവിടെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്തു എന്ന് നിങ്ങളിൽ ഒരാൾ പറയുകയും അത് കൃത്യമായി വഖഫ് ബോർഡിനെ അറിയിക്കുകയും ചെയ്താൽ ഈ ബോർഡ് വന്ന സ്ഥലം പരിശോധിക്കും. ബോർഡിൻ്റെ അന്വേഷണത്താൽ ബോർഡിന് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ ആരുടെ പേരിൽ പട്ടയമുണ്ടോ, ആര് നികുതി അടയ്ക്കുന്നോ, ഇത് ബാധകമാക്കാതെ ആ സ്ഥലം വഖഫ് ബോർഡിന് എടുക്കാം. അവിടെ 2013 ആ നിയമത്തിലെ ഏറ്റവും കഠിനമായ ഒരു ഭാഗം, അതിൻ്റെ ഭേദഗതി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഈ ഇസ്ലാം അനുഷ്ഠിക്കുന്ന വ്യക്തികൾ എന്നതിന് പകരം, അതായത് ഇതുവരെ ഉണ്ടായിരുന്നത് ഇസ്ലാമിൽ നിന്ന് എടുക്കുന്നതോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റേത് എന്ന പേരിലോ അവരുടെ ഡൊണേഷനോ, അല്ലെങ്കിൽ നമ്മുടെ പഴയ കാലഘട്ടത്തിലെ മുഗളന്മാരുടെയൊക്കെ ശേഷമൊക്കെയുള്ള കാലഘട്ടത്തിൽ, അതിന് മുമ്പുള്ള കാലഘട്ടത്തിലും ഒക്കെയുള്ള ആ ഭൂമി എന്ന ക്ലെയിമിനപ്പുറത്ത് മുസ്ലിങ്ങൾ എന്ന് വേണമെങ്കിൽ അത് പറയാമല്ലോ. അങ്ങനെ വരുമ്പോൾ ഇതിൽ നടത്തിയ ഭേദഗതി ഇസ്ലാം അനുഷ്ഠിക്കുന്ന വ്യക്തികൾ എന്നതിന് പകരം ഏതൊരു വ്യക്തിയും എന്നാക്കിക്കൊണ്ട് 2-ാം ആർട്ടിക്കിൾ അനുച്ഛേദത്തിൽ പ്രത്യേക വാക്കുകൾ ചേർത്തു. എന്ന് വെച്ചാൽ ഈ വഖഫ് ഭൂമി മുസ്ലിമിൻ്റെ തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല, അത് ഏത് വ്യക്തിയുടെയും ആകാം. വാസ്തവത്തിൽ അത് തന്നെ ഖുർആൻ വിരുദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ചിന്തകൾക്ക് വിരുദ്ധമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം. അപ്പോൾ അതായത് എന്നെപ്പോലൊരാളുടെ പക്കൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലൊരു അമുസ്ലിമിൻ്റെ പക്കൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ദാനം സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമല്ല. എന്നെ വെട്ടിക്കൊന്നേറ്റൊക്കെ കൊണ്ടുപോകാം, അതിന് തിരക്കില്ല. അതാണ് ഉമർ കാണിച്ചത്. ഒരു ജൂതനെ കൊലപ്പെടുത്തിയിട്ട് അവൻ്റെ സ്വത്തെല്ലാം പിടിച്ചെടുത്ത് അതാണ് ഈ സദക്ക, ഇത് ദാനമായിട്ടൊക്കെ നൽകുന്നത്. ഇനി ഈ 4-ാം അനുച്ഛേദത്തിൽ പറയുന്നതനുസരിച്ച് വഖഫ് അലൽ ഔലദിൽ പിന്തുടർച്ചയില്ലാതെ വന്നാൽ ആ വഖഫിലെ വരുമാനം മുസ്ലിം നിയമത്തിൽ അംഗീകൃതമായ വിദ്യാഭ്യാസ പുരോഗതി, എപ്പോഴും മുസ്ലിം നിയമത്തിൽ അംഗീകൃതമായ വിദ്യാഭ്യാസ പുരോഗതി എന്ന് പറയുമ്പോൾ 1-ാം സ്ഥാനത്ത് വരുന്ന മദ്രസയാണ്. അതാണ് മുസ്ലിം നിയമത്തിൽ പ്രശ്നമില്ലാത്ത വിദ്യാഭ്യാസ രീതി. പിന്നെ അതിൻ്റെ പുരോഗതി, ക്ഷേമം മുതലായ കാര്യങ്ങൾക്ക് ചിലവഴിക്കണം. മുസ്ലിങ്ങളുടെ കോളേജ്, അറബി പഠനം, അങ്ങനെയൊക്കെയുള്ള ഇസ്ലാം അനുവദിക്കുന്ന പഠനത്തിന് വേണ്ടി ചിലവഴിക്കണം. 2013 വഖഫ് ഭേദഗതി നിയമത്തിൽ കൊണ്ടുവന്ന പ്രധാനമായ വ്യത്യാസം. ഇനി ബാക്കി ഈ നിയമത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം കേൾക്കുക. അപ്രകാരം ഇപ്പോൾ മുസ്ലിം അല്ലാത്ത ആൾക്കും വഖഫായി സ്വത്ത് സമർപ്പിക്കാം. ഈ സ്വത്ത് സമർപ്പിക്കാൻ നോക്കുമ്പോൾ ഇത് സ്വമേധയാ ഒരുത്തം കൊടുക്കുന്ന ദാനമാണെന്ന് ധരിക്കാൻ വരട്ടെ. എൻ്റെ സ്വത്ത് കൈയടക്കാം എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കലി വരുന്നത്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. കൂടാതെ റവന്യൂ രേഖകളിൽ മറ്റേതെങ്കിലും പേരിൽ രേഖപ്പെടുത്തിയാലും അതിൻ്റെ പേരിലോ സമർപ്പണ വ്യവസ്ഥകളിലോ ഉള്ള അവ്യക്തതകളൊന്നും പരിഗണിക്കാതെ അവ വഖഫിൻ്റെ നിയമപരിധിയിൽ വരുന്നതാണ്. ടെക്നിക്ക് മനസ്സിലായോ? മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഭേദഗതി BJP മിണ്ടാതിരുന്നതും CPM ഉം CPI ഉം കോൺഗ്രസും എല്ലാം ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുകയും ചെയ്ത ഈ നിയമത്തിലെ 2013 നിയമ ഭേദഗതിയിലെ 40-ാം വകുപ്പിൻ്റെ ഉള്ളടക്കമാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്. ഞാനിപ്പോൾ